കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഒരു കേസ് അച്ഛൻ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് കോടതിയിൽ ഒരു ഗാർഡിയൻ OP ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഫയൽ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഭാര്യയ്ക്ക് സമ്മൻസ് വരുന്നു. ഭാര്യയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടി കോടതി വിളിക്കുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്: ഒരു കാരണവശാലും ഈ കുഞ്ഞു കുട്ടിയാണ് കസ്റ്റഡി അച്ഛന് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടീനെ അഗാധമായി സ്നേഹിക്കുന്നു, കുട്ടിക്കും എന്നോട് അഗാധമായ ഒരു സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ഈ വിസിറ്റേഷൻ റൈറ്റ് എന്ന് പറയുന്നത് അച്ഛന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കുട്ടീനെ സ്നേഹിക്കുവാനായിട്ടുള്ള, അതായത് ഭാര്യയ്ക്ക് കുട്ടീനെ സ്നേഹിക്കുവാനായിട്ടുള്ള സമയം നഷ്ടമാകുന്നു. അത് കുട്ടിക്ക് ദോഷമാകും എന്നൊക്കെ ഇങ്ങനെ ഭാര്യയുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ഭാര്യയുടെ അഭിപ്രായങ്ങൾ കോടതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ച ചോദ്യം ഇതാണ്: സംഗതി ഒക്കെയാണ്, അമ്മയ്ക്ക് കുട്ടിയോട് സ്നേഹമുണ്ട്, കുട്ടിക്ക് അമ്മയോടും സ്നേഹമുണ്ട്. പക്ഷേ കുട്ടിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടുവാനും അച്ഛന് കുട്ടീനെ സ്നേഹിക്കുവാനും എന്തുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു അവസരം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അതും കൂടി ഒന്ന് പരിഗണിക്കേണ്ടേ. ഒരു സൈഡ് മാത്രം നമ്മൾ പരിഗണിച്ചാൽ പോരല്ലോ, അച്ഛനെയും നമ്മൾ പരിഗണിക്കേണ്ടേ എന്നാണ് കോടതി ചോദിച്ചത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞ പോയിന്റ് ഇങ്ങനെയാണ്: ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ് cannot be decided only based on mother's love and care എന്നാണ് കോടതി പറഞ്ഞത്. അതായത് അമ്മയുടെ സ്നേഹം മാത്രമല്ല, അച്ഛൻ്റെ സ്നേഹവും എന്ത് വേണം, കുട്ടിക്ക് ആവശ്യമുണ്ട്. സോ ദ കോർട്ട് ഗ്രാൻറ്റ്സ് കസ്റ്റഡി ടു ഫാദർ. അപ്പോൾ അമ്മ പറഞ്ഞ ആ ആർഗ്യുമെന്റ് കോടതി അംഗീകരിച്ചില്ല. പകരം എന്ത് ചെയ്തു, അച്ഛനും എന്ത് സംഭവിക്കുകയാണ്, ഈ കുട്ടീനെ കാണുവാനും ലാളിക്കുവാനുമായിട്ടുള്ള അവസരം കോടതി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വിധികൾ ഫാദേഴ്സിന് അനുകൂലമായിട്ട് കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ ആ വിധികളെ കറക്റ്റായിട്ട് നമ്മുടെ ട്രയൽ കോർട്ടുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടോ പലപ്പോഴും പറ്റുന്നില്ല. പക്ഷെ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അച്ഛന്മാർക്കുള്ള അറിവില്ലായ്മ തന്നെയാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെ കൃത്യമായി കോടതി അനുകൂലമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ കണ്ടെത്തി നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുകൂലമായിട്ടുള്ള വിധികൾ ലഭിക്കുമെന്ന് തന്നെയാണ്. കാരണം ഹൈക്കോടതി 2025 പറഞ്ഞിട്ടുള്ളൊരു വിധിയാണത്. സോ അതൊക്കെ പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. കൂടെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.